ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് യൂണിവേഴ്സ് മെസ്സേജ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. അതുപോലെ തന്നെ നമ്മുടെ ഈ നമ്പർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. സോ ഞാൻ ആ നമ്പറാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. പഴയ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ സിറ്റുവേഷൻസൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ചുള്ള യൂണിവേഴ്സ് മെസ്സേജ് എന്താണ്? യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. യൂണിവേഴ്സ് മെസ്സേജ് എന്താണ്? എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ഫോർ ഓഫ് പെൻറ്റക്കിൾസ്, ടെൻ ഓഫ് സോർഡ്സ്, ടു ഓഫ് പെൻറ്റക്കിൾസ്, Six of Pentacles, Five of Swords, World card, Six of Swords, Ace of Pentacles, Seven of Cups. ഇവിടെ കോമൺ ആയിട്ടും വന്നിട്ടുള്ളത് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളായിരിക്കാം മെയിൻലി ഒരു സ്റ്റേബിൾ ആവാതെ, അല്ലെങ്കിൽ കൂടുതലും ടെൻഷൻ നിങ്ങൾക്ക് തരുന്നത് ഈ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇവിടെ എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്, അവസാനം ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മണിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് കൊടുക്കുന്നുണ്ടാകാം, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം. അപ്പം അതിലൊരു റിസൾട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ തരാനുള്ളതായിരിക്കാം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് കൊടുക്കുന്നുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നതോ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുകയോ ആഗ്രഹിക്കുന്നൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പം ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്ന് ചേരും, ആ ഒരു സക്സസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ കാണുന്നത്. ഫോർ ഓഫ് പെൻറ്റക്കിൾസ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പം സേവ് ചെയ്ത് വെക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം. പൈസ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സേവ് ചെയ്ത് വെക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ നല്ലത്, അതായത് സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾ ഒരുപാട് ചിലവാക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചിലവാക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മണി ബ്ലോക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു സ്റ്റേബിൾ ആകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മണി ബ്ലോക്ക് ഉള്ളത് കൊണ്ടാണ്. മണി ബ്ലോക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് പൈസ ചിലവാക്കുമ്പോൾ, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ചിലവാക്കി കളയുമ്പോഴാണ് നമുക്ക് ഈ ഫിനാൻഷ്യലി ബ്ലോക്ക് വരിക. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ബ്ലോക്ക് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അയ്യോ പാവം തോന്നി കൊടുക്കുന്നതായിരിക്കാം. പക്ഷേ മനസ്സിലാക്കേണ്ടത് നമ്മൾ അനാവശ്യമായിട്ടാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ടാണ് ചിലവാക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കർമ്മയാണ്, ഫിനാൻഷ്യലി ഒരു കർമ്മയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ബ്ലോക്ക് വരുത്തും. നിങ്ങൾ ആ ഒരു പൈസേൻ്റെ വില മനസ്സിലാക്കാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി ഓക്കെ അല്ലാത്ത സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ട്, മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ടെൻ ഓഫ് സൂട്ട്സിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. സൂട്ട്സിൻ്റെ എനർജി ഇവിടെ പിന്നെയും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ഭയങ്കര ഈഗോ ആണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ അഹങ്കാരമായിരിക്കാം. അഹങ്കാരം എന്ന് പറയുമ്പം അതായത് ഞാനല്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ എപ്പോഴും എൻ്റേതല്ലേ എന്നുള്ളൊക്കെ രീതിയിലുള്ളൊരു അഹങ്കാരം. അപ്പം അത് ഈഗോയിലേക്ക് നിങ്ങൾ എത്തിക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. ഫോർഗീവ് ചെയ്യേണ്ടത് ഫോർഗീവ് ചെയ്ത് തന്നെ ഒഴിവാക്കുക. ഓക്കെ, നമുക്ക് ലൈഫിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ കൂട്ടി വെക്കുന്നത്, തെറ്റായാലും ശരിയായാലും കൂട്ടി വെക്കുന്നത് നമുക്ക് കർമ്മയായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ തിരിച്ചു വന്ന് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കും. അപ്പം ഫോർഗീവ് കൊടുക്കേണ്ട ആളുകൾക്ക് ഫോർഗീവ് കൊടുക്കുക.
ഓക്കെ, അവരത് അനുഭവിക്കട്ടെ, അല്ലെങ്കിൽ അവരത് അതുപോലെ അത് ചെയ്യട്ടെ, ഞാൻ അനുഭവിച്ച പോലെ അവർ അനുഭവിക്കട്ടെ എന്നുള്ള തോട്ടുകൾ വേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഫോർഗീവ് ചെയ്തത് ഒഴിവാക്കാവുന്നതാണ് എന്നുള്ളതാണ്. പിന്നെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ഫുൾഫിൽമെൻ്റ് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈവൻ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾക്കൊരു സക്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു കംപ്ലീഷൻ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിന് നിങ്ങൾക്ക് സമയമെടുക്കും. വേൾഡ് കാർഡ് ആയതുകൊണ്ട് ന്യൂമറോളജിക്കലി ഒരുപാട് നാൾ എന്നുള്ള രീതിയിലാണ്. സോ നിങ്ങൾക്ക് ടൈം എടുത്താലും നിങ്ങളുടെ ലൈഫിൽ ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഭയങ്കരമായിട്ടും കൺഫ്യൂസ്ഡ് ആവുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ കാര്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കുള്ളിൽ ഒരു ഇൻഡ്യൂഷൻസ് ഉണ്ടാകും. ഇൻഡ്യൂഷൻ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ആൻസർ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. സോ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ, ജഗ്ലിങ്ങിൻ്റെ അവസ്ഥ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ചിലപ്പോൾ നിങ്ങളിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ, ഫിനാൻഷ്യലി, റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും നിങ്ങൾക്കൊരു തോൽവിയാണ് എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫീലിങ്സ് കാര്യങ്ങൾ വേണ്ട. സമയം അനുകൂലമല്ലാത്തത് കൊണ്ടാണ്, അത് മനസ്സിലാക്കുക. 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ട് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ, അതിപ്പോൾ സമയമായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ, പൈസയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പല കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അതൊരു ലിമിറ്റ് വെക്കുക. ഓക്കെ, അതായത് ബാലൻസ് ചെയ്യുക. നിങ്ങൾക്ക് ആദ്യം ഒരു പ്രിയോറിറ്റി കൊടുക്കുക, ദെൻ മറ്റുള്ളവർക്ക് പ്രിയോറിറ്റി കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും പൈസയും കാര്യങ്ങളൊക്കെ കടം കൊടുക്കുമ്പം അത് എന്തിനാണ് കൊടുക്കുന്നത് എന്നറിയാൻ വിചാരിക്കുക. ചിലപ്പം നിങ്ങൾ കൊടുക്കുന്ന ആൾ ചിലപ്പോൾ അത് ഫ്രണ്ട്സിൻ്റെ കൂടെ വെറുതെ ഇങ്ങനെ കളയാനായിരിക്കാം, അവർക്ക് ഇങ്ങനെ ചിലവാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ ആ ഒരു കർമ്മം ഒരിക്കലും ആ വ്യക്തിക്കല്ല കിട്ടുക. ഇത് കൊടുത്ത ആൾ ആരാണോ നിങ്ങൾക്കാണ് കിട്ടുക. അപ്പം അതാണ് മണി ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ മറ്റുള്ളവർക്ക് അങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ലിമിറ്റ് വെക്കുക, ലൈഫിലൊരു ലിമിറ്റേഷൻ വെക്കുക, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, നിങ്ങൾ സമയം ഭയങ്കരമായിട്ടും കൊടുക്കുന്ന ആളുകളാണെങ്കിൽ ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കുക, ദെൻ അവർക്ക് പ്രിയോറിറ്റി കൊടുക്കുക. 5 ഓഫ് സോർട്സിന് എനർജി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിങ്ങൾക്ക് ഈഗോ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഫോർഗീവ് ചെയ്യുക, അതവിടെ വിട്ട് കളയുക. ഓക്കെ, അതായത് നിങ്ങളെ ചതിച്ചിട്ട് പോയുള്ള ആളുകൾക്ക് അവർക്ക് അങ്ങനെ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ, നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ തോട്ടുകൾ വേണ്ടാന്ന് വെക്കുക. ബിക്കോസ് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് തന്നെ തിരിച്ചു കിട്ടും. ഓക്കെ, അത് അവർക്കും കിട്ടും, നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കും കിട്ടും. സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അത് വിട്ട് കളയുക, ഫോർഗീവ് ചെയ്ത് കളഞ്ഞ് അതിനെ ലെറ്റ് ഗോ ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. 6 ഓഫ് സോർട്സിന് എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ ഫാമിലിയിൽ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാകും എന്നുള്ളത് കാണുന്നുണ്ട്. അതായത് ഇപ്പം ഈവൻ മദർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫാദർ ആയിരിക്കാം, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുള്ള ആളുകളാണെങ്കിൽ അവരുടെ കൂടെ ആയിരിക്കാം, നിങ്ങളുടെ വൈഫ് ഓർ ഹസ്ബൻഡിൻ്റെ കൂടെ ആയിരിക്കാം. നിങ്ങൾക്ക് ഫാമിലിയിൽ ആരാണോ ഉള്ളത് അവരുടെ കൂടെ നിങ്ങൾ കുറച്ച് കൂടുതൽ സമയം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണുന്നുണ്ട്. 7 ഓഫ് കപ്സിന് എനർജി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ചുറ്റിനും സ്നേഹിക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ കണ്ണുകൾ വെക്കാനുള്ള ആളുകളുണ്ട്. ഓക്കെ, അതായത് കണ്ണേറാണ്. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ക്ലോസ് ആയിട്ടുള്ള ആളുകൾ തന്നെ നിങ്ങൾക്ക് പാര വെക്കാനും ഉണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. സ്നേഹമുണ്ട്, പക്ഷെ അതുപോലെ പാര വെക്കാനും ആളുകളുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് 7 ഓഫ് കപ്സ് പറയണത്. ഇവിടെ പാമ്പുണ്ട്. പാമ്പെന്ന് പറയണത് തന്നെ വിഷമാണ്. ഓക്കെ, അതായത് ചിരിച്ചുകൊണ്ട് നിൽക്കുക എന്നിട്ട് വിഷം ചീറ്റുക. ഓക്കെ, അപ്പം നിങ്ങളുടെ ചുറ്റിനും അങ്ങനെയുള്ള ആളുകളുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ലിമിറ്റേഷൻസ് വെക്കണം എന്ന് പറയുന്നത്. കണ്ണേറാണത്. അവർ ചിരിച്ചുകൊണ്ട് നിന്ന് ചെയ്യുകയാണെങ്കിൽ പോലും അത് നിങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, ലിമിറ്റേഷൻസ് വെക്കുക, ബൗണ്ടറി സെറ്റ് ചെയ്യുക, ഒരു ലിമിറ്റിന് മാത്രം അങ്ങോട്ട് നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഫാമിലീൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. ഫാമിലിയിലെ ആളുകൾ എന്നുള്ള രീതിയിലാണെങ്കിൽ ഫാമിലിയിൽ എന്ന് പറഞ്ഞാൽ അത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ മാസ്റ്റർ കാർഡായിട്ട് എംപററിൻ്റെ എനർജിയും ഹൈ പ്രീസ്റ്റസുമാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പ്രാർത്ഥന നല്ലതാണ്. നിങ്ങളുടെ ചില കാര്യങ്ങൾ, ലൈഫിൽ നടക്കുന്ന ചില കാര്യങ്ങൾക്ക് എന്ത് സിറ്റുവേഷൻസ് ആയാലും അത് പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് നേടാൻ പറ്റും, അല്ലെങ്കിൽ
പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ഹീല് കിട്ടും എന്നുള്ളത് കാണുന്നുണ്ട്. പിന്നെ എംപററിൻ്റെ എനർജിയാണ് ലൈഫിനെ പ്രാക്ടിക്കലായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് മെസ്സേജ് എന്ന് പറയുന്നത്. ഇവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കണ്ടു. ഫസ്റ്റ് തന്നെ ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കുള്ള ഗൈഡൻസുകൾ സ്വീകരിക്കുക. അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീഡിംഗ് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.